പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിന് സുവിശേഷം 10-47 ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി എന്നതിൻ്റെ അർത്ഥം അവൻ നിലവിളിച്ചു കൊണ്ടേയിരുന്നു എന്നതാണ്. അവൻ്റെ നിലവിളി യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അസഹ്യമായി തോന്നി. അവർ അവനെ ശാസിച്ചു. എന്നാൽ അവരുടെ വാക്കുകൾ അവൻ കണക്കാക്കാതെ കർത്താവേ, ദാവീദ് പുത്ര എന്ന് കരുണയോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശുവിൻ്റെ ശ്രദ്ധ നേടുവാനും അവൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും അവൻ ആഗ്രഹിച്ചു. പുരുഷാരത്തിൻ്റെ ശാസനയ്ക്കോ മറ്റേതെങ്കിലും പ്രതിബന്ധങ്ങൾക്കോ അവൻ്റെ ശ്രദ്ധയെ കെടുത്തുവാൻ കഴിഞ്ഞില്ല. യേശുവിങ്കിൽ നിന്ന് കരുണ ലഭിക്കുക എന്നതായിരുന്നു തൻ്റെ കരച്ചിലിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ ആരാലും സാധ്യമായിരുന്നില്ല. അവൻ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു. മത്തായി 20:30 തൻ്റെ സകല ആവശ്യത്തിനും ഉതകുന്ന കർത്താവാണെന്നവൻ ഗ്രഹിച്ചു. യേശുവിനെ പലരും ഗുരോ, യജമാനനെ, നല്ല ഗുരോ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ പേരൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എല്ലാ നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തുവാനിടയായി തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് ഒരു വലിയ പദവിയാണ്. എങ്കിൽ ആ കർത്താവിനെ ആ കുരുടൻ വിളിച്ചു, ദാവീദ് പുത്ര, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിപ്പാനിടയായി തീർന്നു. കർത്തൃത്വം കർത്താവിന് നൽകുവാനിടയായി. അതുകൊണ്ട് കർത്താവ് സകലത്തിൻ്റെ മേലും അധികാരം നടത്തുന്നവനായി അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനിടയായി. ആ കർത്താവിൽ നമുക്കും ആശ്രയിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.